ദിലീപേട്ടനെ കാണാൻ വേണ്ടിയിട്ട്. എന്തോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയാം, എപ്പോഴും ഒരു ടെഡി ബെയറിനെ പോലെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവെക്കാനായിട്ട് തോന്നുന്ന ഒരു ഫീലാ ദിലീപേട്ടനെ കാണുമ്പോൾ. എന്നെ 2 വർഷം വീട്ടിൽ കൊണ്ട് വെച്ചതല്ലേ, അപ്പൊ ഇനിയും വീട്ടിൽ കൊണ്ട് വെക്കണം. അല്ല, ഈ ലക്കിന്റെ കാര്യം ദിലീപേട്ടൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഈ ദിലീപ് എന്നുള്ള ഒരു പേരിന്റെ ഒരു ലെറ്ററിങ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ഞാൻ എഴുതി കണ്ടപ്പോൾ കാണിച്ചു സ്റ്റാറിങ് ഇൻ ആൻഡ് ആസ് നമ്മുടെ ദ പോപ്പുലർ സ്റ്റാർ ദിലീപേട്ടൻ എന്ന് എഴുതുമ്പോൾ DILIEEP ആക്കി. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ ഒരു വിശ്വാസം ഉണ്ടോ ദിലീപേട്ട? ശരിക്കും ന്യൂമറോളജിയിൽ പല ഇത് വരുമ്പോൾ ഓരോ ആൾക്കാർ പറയുമ്പോൾ ഉള്ളൊരു മാറ്റങ്ങളും വേറെ ആൾക്കാരുടെ നിർബന്ധപ്രകാരം എന്നൊക്കെ ഉള്ള രീതിയിൽ ജസ്റ്റ് അത്രേ ഉള്ളൂ. അതിനകത്ത് മലയാളത്തിൽ ദിലീപ് എന്ന് എഴുതുന്നു, അതിന്റെ ഒഴുകി പോകുന്നു, അത്ര ഉള്ള ഇതിനകത്ത്. അല്ല, എന്നാലും ദിലീപേട്ടന്റെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി വന്നോണ്ടിരിക്കുകയാണേ. ചിലതൊക്കെ രഹസ്യങ്ങളാണ്, അതങ്ങനെ ചോദിച്ച് മനസ്സിലാക്കണ്ട. ഇല്ല ചേട്ടാ, എന്നെ ധൈര്യമായിട്ട് വിശ്വസിക്കാം. 100% ഗ്യാരണ്ടിയാണ്, ഒന്നും പരസ്യമാക്കില്ല. ഫുൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് പ്രലോഭന കുമാരിയാണ്. പ്രലോഭിച്ച് നമ്മളെ ചാടിക്കും. എന്നെ എന്റെ തലവട്ടം കണ്ട ട്രോളന്മാര് കാത്തിരിക്കുക. എനിക്കറിയില്ല കേട്ടോ, എന്നെ കാണുന്നത് ട്രോളാക്കാൻ നിക്കുക. നല്ല കാര്യമല്ലേ? വെറുപ്പിച്ച് ഇവക്ക് മതിയായില്ലേ? അതൊന്നുമില്ല. പക്ഷെ ഇല്ല, അതങ്ങനെ ആരും പറയാൻ പാടില്ല. കാരണം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മീരയുടെ മുമ്പിൽ വന്ന് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മീരയുള്ള സ്റ്റേജിൽ വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര കംഫർട്ട് സോണിലാണ്. കാരണം ആ സ്റ്റേജ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാവുന്ന, അതിലെടുത്തു പറയേണ്ട ഒരാളാണ് മീര. ഞാൻ ഇവിടെ കയറി വന്ന സമയത്ത് മീരനെ കണ്ടപ്പോൾ തന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് കറക്റ്റായിട്ട് മീരയ്ക്കറിയാം. ഞങ്ങൾ തമ്മിൽ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളൊക്കെ പറയണ്ടെങ്കിലും ആ ഒരു കാര്യത്തിൽ എനിക്ക് മീരയോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അതിനെ ആരും നിസാരവൽക്കരിക്കരുത്. കാരണം വെച്ചാൽ ഇത് പെർഫോം ചെയ്യുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും, ഇത് ഡ്രൈവ് ചെയ്യുന്ന ശരിക്കും മീരയാണ്. അത് നിസാര പണിയല്ല. അത് ഏത് സ്റ്റേജിലും ഏത് റിയാലിറ്റി ഷോയിലും ആ കമ്പയർ ചെയ്യുന്ന ആ ആള്, ആ കണ്ടക്ട് ചെയ്യുന്ന ഒരാളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ ഷോയിനെ ഒരുപാട് ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആ ടാലന്റ് അത് വേറെയാണ്, അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അത് ഞാൻ കാര്യമായിട്ട് പറയാം. അല്ല, സത്യം ഇത്രയും എന്നെ പറഞ്ഞോണ്ട് സത്യം എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണമെന്നുണ്ട്. അങ്ങനെ എനിക്ക് കുഴപ്പമില്ല ശരിക്കും. അപ്പൊ ഇത്ര ഹഗ് ചെയ്യണോന്ന് പറയുന്നു എല്ലാരും. ഇല്ല ഏട്ടാ, എന്റെ അയ്യോട്ടാ, താങ്ക് യു സോ മച്ച്. അയ്യോ, ഇനി അപ്പൊ ദിലീപേട്ട ഇത്രയും പറഞ്ഞോണ്ട് ഞാൻ ഇതിനല്ല പറയാ, ഇങ്ങനെ വെറുതെ കുഞ്ഞുകൂന കളിക്കുക. ഞാൻ ചാടി കയറി എഴുന്നേറ്റ് സത്യം പറയട്ടെ, പോട്ടെ എന്തേലും ആവട്ടെ, ഭർത്താവ് ഉണ്ട് കൂടെ, ഫ്രണ്ടിലിരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പുള്ളി അങ്ങനെ ഒന്നും പറയാൻ തോന്നി.